Good morning children. അപ്പോൾ നമ്മൾ യൂണിറ്റ് 8 ഡിക്ക് വൈറ്റിംഗ്ടൺ ആണ് പാർട്ട് 1. ഇതൊരു കുട്ടിയുടെ കഥയാണ്, മനസ്സിലായോ? അപ്പോൾ ഡിക്ക് എന്ന കുട്ടിയുടെ കഥയാണ് നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത്. ഫുൾ നെയിം, ഡിക്കിൻ്റെ ഫുൾ നെയിമാണ് ഡിക്ക് വൈറ്റിംഗ്ടൺ. Dick Whittington was a poor orphan who lived in a small village in England. അപ്പോൾ ഡിക്ക് വൈറ്റിംഗ്ടൺ പറഞ്ഞാൽ പുവർ ഓർഫൻ ആണ്. ഓർഫൻ മീൻസ് എന്താ? ഓർഫൻ പറഞ്ഞാൽ അനാഥ, അച്ഛനും അമ്മയും ആരുമില്ലാത്ത ഒരു അനാഥ ബാലനായിരുന്നു ഡിക്ക് വൈറ്റിംഗ്ടൺ. ഹു ലിവ്ഡ് ഇൻ എ സ്മാൾ വില്ലേജ് ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഡിക്കിൻ്റെ വീട്. He was too young to work and the people of the village were too poor to help him. He was too young to work. എന്നാൽ ഒരു പണിക്ക് പോവാൻ അത്രയും ആ കുട്ടിക്ക് എന്തായിട്ടില്ല, പ്രായമായിട്ടില്ല. ആൻഡ് ദ പീപ്പിൾ ഓഫ് ദ വില്ലേജ് were too poor to help him. പിന്നെ ആ ഗ്രാമത്തിലുള്ളവരാണെങ്കിൽ സഹായിക്കാൻ മാത്രം അത്രയുമുള്ള സമ്പന്നനായിരുന്നില്ല അവിടെ ഗ്രാമവാസികളും പാവങ്ങളായിരുന്നു. അതേപോലെ ആ കുട്ടിയും എന്തായിരുന്നു? ഒരു പാവമായിരുന്നു. സോ ഹി ഓഫൻ വെന്റ് ഹംഗ്രി ഫോർ ഡേയ്സ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടി പലപ്പോഴും ഭയങ്കര വിശന്നിട്ട് കിടക്കാറുണ്ട്. ഒരുപാട് ദിവസങ്ങളോളം എന്ത് ചെയ്യാറുണ്ട്? ഭക്ഷണമില്ലാതെ വിശന്ന് കിടക്കാറുണ്ട്. ഹി ഡ്രീംഡ് ഓഫ് ദ ഡേ വെൻ ഹി കുഡ് ഹാവ് എ ഹോൾ ഓഫ് ലൂഫ് ഓഫ് ബ്രെഡ് ടു ഹിംസെൽഫ്. അവൻ സ്വപ്നം കാണാറുണ്ട്. എന്താണ്? ഒരുപാട് കൊട്ടാരോ ഇതൊന്നും അല്ല ആ കുട്ടി സ്വപ്നം കണ്ടത്. ആ കുട്ടി സ്വപ്നം കണ്ടത് എന്തായിരുന്നു? ഹി ഡ്രീം ഓഫ് ദ ഡേ വെൻ ഹി കുഡ് ഹാവ് എ ഹോൾ ലൂഫ് ഓഫ് ബ്രെഡ് ടു ഹിംസെൽഫ്. എൻ്റേതായിട്ട് ഒരു ബ്രെഡിൻ്റെ എന്താണ് ആ ഒരു പാക്കറ്റ് ബ്രെഡ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആ കുട്ടി എന്താണ് സ്വപ്നം കാണാറുണ്ട്. അത്രയും ആ കുട്ടിക്ക് എന്താണ് ഭക്ഷണം പോലും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. He had heard about the great city of London where people were very rich. ഇതിനിടയിലാണ് അവൻ ഏതിനെ കുറിച്ച് കേൾക്കുന്നത്? ലണ്ടനെ കുറിച്ച്. ലണ്ടൻ പറഞ്ഞാൽ അവൻ കരുതിയിരിക്കുന്നത് ഗ്രേറ്റ് സിറ്റി ഓഫ് ലണ്ടൻ വേർ പീപ്പിൾ വേർ വെരി റിച്ച്. ലണ്ടനിലുള്ളവർ എല്ലാവരും ഭയങ്കര വലിയ സമ്പന്നരാണ് എന്നാണ് അവൻ കരുതിയിരുന്നത്. They spent their times in dance and merriment. അവരുടെ എന്താണ് ദിവസങ്ങൾ ചിലവഴിക്കുന്നത് തന്നെ, ഓരോ സമയം ചിലവഴിക്കുന്നത് തന്നെ എൻ്റർടൈൻമെൻറ്റും ഡാൻസും പാട്ടും കൊണ്ടാണ്. അത്രയും പണക്കാരനായിട്ടുള്ളവരാണ് ലണ്ടനിൽ ജീവിക്കുന്നത് എന്നാണ് അവർ കരുതിയിരുന്നത്. ഹി ഓൾസോ ഹേർഡ് ദാറ്റ് ദ സ്ട്രീറ്റ് ഓഫ് ലണ്ടൻ വെർ പേവ്ഡ് വിത്ത് ഗോൾഡ്. പിന്നെയും അവൻ എന്ത് കേട്ടു? ചെറിയ കുട്ടിയാണ്. അപ്പോൾ അവൻ എന്താ കേട്ടതെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ലണ്ടനിലുള്ള പാതകളും വഴികളും ഗോൾഡ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പോലും അവൻ കേട്ടിരുന്നു. ഇതെല്ലാം കേൾവി മാത്രമാണ്. അവിടെയുള്ളവർ നല്ല പൈസക്കാരാണെന്നും അതുപോലെ തന്നെ അവിടെയുള്ളവർ എന്നും ഡാൻസും പാട്ടുകളാണെന്നും അവിടെയുള്ള വഴികളെല്ലാം ഗോൾഡ് കൊണ്ടാണെന്നും ഒക്കെ എല്ലാമാണ് അവൻ കേട്ടിരുന്നത്. അത് ഏത് സ്ഥലത്തിനെ കുറിച്ചാണ് അവൻ കേട്ടിരുന്നത്? ലണ്ടൻ എന്ന നഗരത്തെക്കുറിച്ച്. He decided to go to London. അങ്ങനെ ഓരോന്ന് ലണ്ടനെ കുറിച്ച് കേട്ട് അവന് ലണ്ടനിൽ പോകണം എന്ന ആഗ്രഹമുണ്ടായി. One day a wagon on its own way to London. ഒരു ദിവസം അവനൊരു വേഗണർ കണ്ടു. വേഗണർ എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഒരു വലിയ വണ്ടി. A wagon on its way to London. അതെവിടേക്ക് പോകുന്നു? ലണ്ടനിലേക്ക് പോകുന്ന ഒരു വേഗനായിരുന്നു. Pass through his village. അവന്റെ ഗ്രാമത്തിലൂടെ ആ വേഗൻ കടന്നു പോകുന്നത് കണ്ടു. He followed the wagon and reached the London. അവൻ എന്ത് ചെയ്തു? അത് പിന്തുടർന്ന വേഗനിൽ പോയി അവൻ എവിടെ എത്തിച്ചേർന്നു? ലണ്ടനിൽ എത്തിച്ചേർന്നു. But he found that the people in London were as poor as the people in his village. അവൻ ലണ്ടനിൽ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ലണ്ടനിലുള്ള ജനങ്ങളും ആരെ പോലെ തന്നെ ആയിരുന്നു? അവന്റെ ഗ്രാമത്തിലുള്ള ജനങ്ങളെ പോലെ തന്നെ ആയിരുന്നു ലണ്ടനിലെ ജനങ്ങളും. There were no road paved with gold. അവിടെയാണെങ്കിൽ ഒരു വഴിയും ഗോൾഡ് കൊണ്ട് നിർമ്മിച്ചതായിട്ട് അവൻ കണ്ടില്ല. അപ്പൊ എന്താണ്? നമ്മൾ കേൾവി വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഒരെവിടേക്കും പോവരുത്. ഇതെന്താണ്? ഈ കുട്ടി സ്വന്തം ഗ്രാമം വിട്ട് അവൻ ലണ്ടൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളതിലാണ് അവൻ ലണ്ടനിൽ പോയത്. At last Dick found work in the house of the rich merchant. അവസാനം ഉണ്ടാതിരുന്നാ സാധിക്കില്ല. അവൻ അങ്ങനെ ഒരു ചെറിയ കുട്ടിയാണെങ്കിലും ഒരു വലിയ കച്ചവടക്കാരന്റെ വീട്ടിൽ ജോലിക്കായിട്ട് നിന്നു.
എന്താണ് വീട്ടു ജോലിക്കായിട്ട് നിന്നു. ഈ വർക്ക് ഇൻ ദ ഹൗസ് ഓഫ് എ റിച്ച് മെർച്ചന്റ്. അയാളാണെങ്കിൽ വലിയ പണക്കാരനായിട്ടുള്ള കച്ചവടക്കാരായിരുന്നു. ഹി ഹാഡ് ടു ഹെൽപ് ദ കുക്ക് ടു പ്രിപ്പയർ ദ വെജിറ്റബിൾ ആൻഡ് ടു ക്ലീൻ ദ ഡിഷസ്. അവൻ എന്തായിരുന്നു പണി? അടുക്കള പണിയിലായിരുന്നു. അവിടെ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഹെൽപ് ദ കുക്ക്. അവിടെ ഒരു കുക്കുണ്ട്, ഭക്ഷണം പാകം ചെയ്യുന്ന ആളുണ്ട്. പക്ഷെ അയാളുടെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അയാളെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കണം. അതേമാതിരി ടു ക്ലീൻ ദ ഡിഷസ്, അവര് വെക്കുന്ന പാത്രങ്ങളെല്ലാം എന്ത് ചെയ്യണം? കഴുകി കൊടുക്കണം. ദ കുക്ക് വാസ് എ ക്രൂവൽ വം, ഓൾവേസ് ബീറ്റ് ഹിം ആൻഡ് സ്കോൾഡഡ് ഹിം. പക്ഷേ അവിടെയുള്ള വേലക്കാരി ആണെങ്കിൽ ഇവൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? കുക്ക് വാസ് ക്രൂവൽ വുമൺ, ക്രൂര സ്ത്രീ ആയിരുന്നു. ആൻഡ് ഹു ഓൾവേസ് ബീറ്റ് ഹിം ആൻഡ് സ്കോൾഡഡ് ഹിം, ഇവൻ എല്ലാ സമയം അടിച്ചുകൊണ്ടേയിരുന്നു, അതുപോലെ തന്നെ അവനെ ചീത്ത പറഞ്ഞുകൊണ്ടേയിരുന്നു. ഷീ ഗേവ് ഹിം എ പ്ലേസ് ടു സ്ലീപ്പ് ഇൻ ദ ആറ്റിക്. അപ്പോഴാണ് അവന് ഒരു ചായ്പില് കിടക്കാനുള്ള സ്ഥലം അവർ ഒരുക്കി കൊടുത്തത്. ആൻഡ് he couldn't sleep this as the attic was full of rats. ആ ചായ്പിലാണെങ്കിൽ നിറയെ ആരായിരുന്നു? റാറ്റ്സുകളായിരുന്നു. അവന് ഉറങ്ങാൻ പോലും കഴിയില്ല. റാറ്റ്സ് പറഞ്ഞാൽ എലികൾ. ആ ആറ്റിക്സ് മുഴുവൻ ഫുൾ ഓഫ് റാറ്റ്സ്. 1-2 റാറ്റ്സുകളല്ല, ആ ആറ്റിക്സ് ഫുൾ ഓഫ് റാറ്റ്സ്. ആ റാറ്റിന്റെ കൂടെയാണ് ഇവൻ കടന്നിരുന്നത്. ഡിക് ഹാഡ് എ പെനി ഗിവൺ ടു ഹിം ബൈ എ കൈൻഡ് ജെന്റിൽമാൻ. ഒരു ജെന്റിൽമാൻ, ഒരു നല്ലൊരാളായ അവന്റെ കയ്യിൽ ഒരു പെന്നി, അത് പറഞ്ഞാൽ നമ്മളിപ്പോ 1 രൂപ അല്ലെങ്കിൽ 2 രൂപ അങ്ങനെ പറയുന്ന പോലെ അവന്റെ കയ്യിൽ പൈസ കൊടുത്തിരുന്നു. He used the penny to buy a cat. He named it Mouse, as it soon caught all the rat. He used the penny to buy a cat. അവൻ എങ്ങനെയെങ്കിലും സമാധാനമായിട്ടൊന്ന് ഉറങ്ങണം. അതുകൊണ്ട് അവൻ ആ പെന്നി, ആ പൈസ ഉപയോഗിച്ച് ഒരു കാറ്റിനെ വാങ്ങി. എന്ത് ചെയ്തു ആ കുട്ടി? എന്തിനാ കാറ്റിനെ വാങ്ങിച്ചത്? കാറ്റ് ആണെങ്കിൽ ആ റാറ്റിനെ മുഴുവൻ എന്ത് ചെയ്യും? കൊല്ലൂല്ലേ, കൊന്ന് റാറ്റൊന്നും ഇല്ലാതാകും എന്നതില് അവൻ എന്ത് ചെയ്തു? ഒരു കാറ്റിനെ വാങ്ങി. ആൻഡ് ഹി നെയ്മഡ് ഇറ്റ് മൗസർ. എന്നിട്ട് ആ കാറ്റിന് ഒരു പേരിട്ടു, മൗസർ. ആസ് ഇറ്റ് സൂൺ കോട്ട് ഓൾ ദ റാറ്റ്സ്. അങ്ങനെ എന്ത് ചെയ്തു? ഓരോന്നായിട്ട് ആ പൂച്ച എന്ത് ചെയ്തു? എല്ലാ എലികളെയും പിടിച്ചു. ഡിക് വാസ് നോട്ട് ട്രബിൾഡ് ബൈ റാറ്റ്സ് എനിമോർ. പിന്നീട് അവന് എലികളുടെ ശല്യം ഉണ്ടായിരുന്നതേ ഇല്ല. The merchant had many sheep and he sent goods to foreign countries to be sold. The merchant had many sheep. ഇവൻ നിൽക്കുന്ന വീട്ടിലെ സമ്പന്നനായ കച്ചവടക്കാരൻ എന്തുണ്ടായിരുന്നു? നിറയെ ഷിപ്പുകൾ ഉണ്ടായിരുന്നു. And he sent goods for foreign countries to be sold. അയാൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇവിടെയുള്ള സാധനങ്ങൾ മുഴുവൻ ഫോറിൻ കൺട്രീസിലേക്ക് കയറ്റി അയക്കുമായിരുന്നു. പിന്നെ now he was a very kind man. ഇപ്പോൾ അയാളും ഒരു നല്ല ദയുള്ള ആളാണ്. He thought his servant should also get a chance to make a profit. അയാൾ അപ്പോൾ വിചാരിച്ചു, ഞാൻ മാത്രം ഇങ്ങനെ ഒരുപാട് പൈസ സമ്പാദിച്ചിട്ട് കാര്യമില്ല, എൻ്റെ കൂടെ സെർവൻറ്റും കൂടി എന്ത് ചെയ്യട്ടെ, അവർക്കും കുറച്ച് പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാവട്ടെ എന്ന്, അവർക്കും ഒരു ഗുണമൊക്കെ ഉണ്ടാവട്ടെ എന്ന് അയാൾ വിചാരിച്ചു. So he asked them if there were anything to sell. അതുകൊണ്ട് തന്നെ ആ റിച്ച് മെർച്ചന്റ് എന്ത് ചെയ്തു? അവരുടെ വീട്ടിൽ ജോലിക്കിരുന്ന എല്ലാവരോടും എന്ത് ചോദിച്ചു? നിങ്ങൾക്ക് എന്തെങ്കിലും അവിടെ കൊടുക്കാനുണ്ടോ, നിങ്ങളുടെ എന്തെങ്കിലും കൊണ്ട് കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചു. Everyone gave something. എല്ലാവരും എന്താണ്? ഓരോ സാധനങ്ങൾ കൊടുത്തു. Dick alone had nothing. ഡിക്കിന് മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല. And send your cat, Dick, said the merchant. It may bring you luck. അപ്പൊ എന്ത് പറഞ്ഞു? എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് ഡിക്ക് പറഞ്ഞപ്പോൾ send your cat, Dick. നീ എന്ത് ചെയ്യും? നിന്റെ കയ്യിൽ പൂച്ചയുണ്ടല്ലോ, അത് തരൂ എന്ന് said the merchant. മെർച്ചന്റ് പറഞ്ഞു. It may bring you luck. ചിലപ്പോൾ അത് നിനക്ക് ഭാഗ്യം കൊണ്ടുവരാം എന്ന് പറഞ്ഞു. So sadly, Dick said goodbye to Mouser. Soon the ship set sail. അങ്ങനെ അവൻ ദുഃഖത്തോടെ ആണെങ്കിലും ആ കാറ്റിനെ എന്താണ് ആ മെർച്ചന്റിന്റെ കയ്യിൽ കൊടുത്തു. എന്തിനു കൊടുത്തു? സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ കൊണ്ട് വിറ്റു പറഞ്ഞാൽ അതിൽ നിന്നും കിട്ടുന്ന പൈസ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അവൻ ദുഃഖത്തോടെ ആണെങ്കിലും ആ മൗസറെ കൊടുത്തു. The cook became more and more cruel.
വീണ്ടും എന്ത് ചെയ്തു? കുക്ക് എന്ത് ചെയ്തു? ഒരുപാട് അവനെ ദ്രോഹിക്കാൻ തുടങ്ങി. At last he could not bear it any longer and he decided to run away. എന്താണ്, ആ സ്ത്രീയുടെ ശല്യം സഹിക്കവയ്യാതെ അവൻ എന്ത് ചെയ്തു? he decided to run away. അവിടെ നിന്നും അവൻ എന്തായാലും ഇവിടെ വിട്ടു പോവാമെന്ന് അവൻ തീരുമാനിച്ചു. He tied up his few beginnings in a handkerchief and started to walk back to his village. He tied up his few belongings in a handkerchief and started to walk back to his village. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല, ഇനി എൻ്റെ ഗ്രാമത്തിലേക്ക് തന്നെ തിരിച്ചു പോട്ടെ എന്ന് അവൻ ഡിക്ക് തീരുമാനിച്ചു. ഫീലിംഗ് ടയർഡ്, അങ്ങനെ വീട്ടിലേക്ക് നടന്നു. കുറേ നടന്നപ്പോൾ ഫീലിംഗ് ടയേർഡ്, അവൻ എന്ത് ചെയ്തു? ഭയങ്കര ക്ഷീണം തോന്നി. He sat down on a stone and wondered which road he should take. അങ്ങനെ 2-3 റോഡുകളുള്ള സ്ഥലത്തെത്തിയപ്പോൾ അവൻ അവിടെ ഇരുന്നു. ഏത് റോഡാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് അറിയാതെയായി. 2-3 വേർഡ് ആകുമ്പോൾ ഇവന് സ്ട്രെയിറ്റ് ഒരു റോഡാണെങ്കിൽ നമുക്ക് ഈ റോഡിലൂടെ പോയാൽ ഇന്ന സ്ഥലത്ത് എത്തും എന്നുള്ളത് നമ്മൾക്ക് ഒരിതുണ്ടാവും അല്ലേ. പക്ഷേ 3 റോഡുകൾ ഒന്നിച്ച് വന്ന് കണ്ടപ്പോൾ ഏത് റോഡിലൂടെ പോയാലാണ് അവന്റെ ഗ്രാമത്തിലെത്തുക എന്ന് അവന് കൺഫ്യൂഷനായി. Suddenly the church bells pealed. They seemed to say, turn again, waiting turn. എന്താണെന്ന് പറഞ്ഞാൽ സഡൻലി ദ ചർച്ച് ബെൽസ് പീൽഡ്. അപ്പോഴാണ് ചർച്ചിലെ മണിനാദം കേട്ടത്. ദേ സീം ടു സേ, ആ മണിനാദം ഇവനോടിങ്ങനെ പറയുന്നത് പോലെ തോന്നി. എന്താണ് അശരീരിയായിട്ട് കേട്ടത്? ടേൺ അഗെയിൻ വൈറ്റിംഗ് ടേൺ. നീ ഒരിക്കലും നിന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോണ്ട, നീ മെർച്ചന്റിന്റെ വീട്ടിലേക്ക് തന്നെ പോവൂ. ത്രൈസ് ലോർഡ് മേയർ ഓഫ് ലണ്ടൻ. എന്താണെന്ന് പറഞ്ഞാൽ നീ എന്താണ് ഒരിക്കൽ മേയർ ആവും. നീ എന്താണ് 3 പ്രാവശ്യം എന്ത് ചെയ്യും? ലോർഡ് മേയർ ആവും. ലണ്ടനിലെ മേയർ തന്നെ ആയി മാറും. നീ തിരിച്ച് അയാളുടെ വീട്ടിലേക്ക് തന്നെ പോവൂ എന്ന് പറഞ്ഞു. ലോർഡ് മേയർ ഓഫ് ലണ്ടൻ തോട്ട് ഡിക് ടു ഹിംസെൽഫ്. ലോർഡ് മേയറോ, ഞാനോ എന്ന് അവൻ സ്വയം ചിന്തിച്ചു. ഐ വുഡ് ബിയർ എനിത്തിങ് നൗ. എനിക്കിപ്പോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഐ കുഡ് ബിയർ എനിത്തിങ് നൗ. ഞാനിപ്പോൾ എന്ത് വേണമെങ്കിലും എന്താണ് സഹിക്കാനുള്ളതുണ്ട്. ഇഫ് ഐ കുഡ് ഗ്രോ അപ്പ് ടു ബി ലോർഡ് മേയർ ഓഫ് ലണ്ടൻ ഹി റാൻ ബാക്ക് ടു ദ മെർച്ചന്റ്സ് ഹൗസ് ആസ് ഫാസ്റ്റ് ആസ് ഹി കുഡ്. ഇപ്പോൾ എന്താണ്, ആദ്യത്തെ പോലെയല്ല. ഇപ്പൊ കുറെ എന്ത് സഹായിച്ചാലും അതെന്താണ് സഹിക്കാനുള്ള കഴിവായി. അപ്പൊ ഞാൻ എന്താണ്, ഐ വുഡ് ബിയർ എനിത്തിങ് നൗ ഇഫ് ഐ കുഡ് ഗ്രോ അപ്പ് ടു ലോർഡ് മേയർ ഓഫ് ലണ്ടൻ. ഞാൻ ഒരിക്കൽ ലോർഡ് മേയർ ആയാലോ ലണ്ടനിലെ, ഈ പറയുന്നത് ശരിയാണെങ്കിൽ ഞാൻ ഒരിക്കൽ എന്താവും? ലോർഡ് മേയർ ഓഫ് ലണ്ടൻ ആവും എന്ന് പറഞ്ഞ് ഹി റാൻ ബാക്ക് ടു ദ മെർച്ചന്റ്സ് ഹൗസ്. ആ അശരീരി കേട്ട പാതി അവൻ വീണ്ടും എവിടേക്ക് തന്നെ പോയി? മെർച്ചന്റിന്റെ വീട്ടിലേക്ക് തന്നെ പോയി. വീണ്ടും അവൻ വേലക്കാരനായി അവൻ നിൽക്കാമെന്ന് പറഞ്ഞ് മെർച്ചന്റ് ഹൗസിലേക്ക് പോയി. ആസ് ഫാസ്റ്റ് ആസ് ഹി കുഡ്. അവൻ എന്ത് ചെയ്തു? ഫാസ്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്തു? ഓടി മെർച്ചന്റിന്റെ ഹൗസിലേക്ക് വീണ്ടും പോയി. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന എന്താണ് ഒരു തോന്നലാണ്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന്. അവൻ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു തോന്നൽ അവന്റെ മനസ്സിലുണ്ടായതാണ്. പക്ഷെ അവൻ എന്ത് തോന്നി? അവൻ വെളിയിൽ നിന്നും അശരീരിയായിട്ട് അവൻ തോന്നി. അത് അവൻ ചെയ്തു. അങ്ങനെ അവൻ എവിടേക്ക് പോയി? വീണ്ടും ആ മെർച്ചന്റെ വീട്ടിൽ തന്നെ പോയി വേലക്കാരനായി നിൽക്കാൻ വേണ്ടി അവിടെ തന്നെ തിരിച്ചു പോയി. ഇതാണ് ഡിക് വൈറ്റിംഗ്ടന്റെ പാർട്ട് 1. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിന്റെ പാർട്ട് 2 പഠിക്കാം.